16-ാം വയസ്സിൽ പഠിക്കുന്നതിനൊപ്പം കാറ്ററിംഗ് വർക്കിനും പോയിക്കൊണ്ടിരുന്ന ഇവനോട് 3 വർഷം കൂടി കഴിഞ്ഞാൽ നീ അത്യാവശ്യം നല്ല സാലറി വാങ്ങുന്ന ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പറായി വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും വിശ്വസിക്കില്ലായിരുന്നു. കാരണം ഞാൻ മെക്കാനിക്കൽ ഡിപ്ലോമയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഈ IT ഫീൽഡിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്മാർട്ട് ആൻഡ് റിച്ച് ആയിരിക്കണം എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അതായത് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മെക്കാനിക്കലിനോടും എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിപ്ലോമ കഴിഞ്ഞപ്പോൾ ഞാൻ റിസ്ക് എടുത്തു. ബിടെക്കിന് പോയി പിന്നെയും 3-4 കൊല്ലം വേസ്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു. അതിന് പകരം ഞാനൊരു 6 months മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് കോഴ്സ് എടുത്തു. അത് കഴിഞ്ഞതും എനിക്ക് ആദ്യത്തെ ജോബ് കിട്ടി ബാംഗ്ലൂരിൽ. അവിടെ 3 വർഷം വർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഹൈദരാബാദിൽ വർക്ക് ചെയ്യുന്നു. നമ്മളെല്ലാവരും ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയതായിരിക്കും. അതായത് ഒരു ഡിസ്റ്റൻറ്റ് പോയിന്റിൽ എത്തുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് പറയും, പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള പാരൻസും റിലേറ്റീവ്സും മറ്റൊന്ന് പറയും. നമ്മളധികവും നമ്മുടെ മനസ്സ് പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക. ചില സമയത്ത് അത് പോസിബിൾ ആയിരിക്കില്ല, പക്ഷെ പറ്റുന്നത്ര നമ്മൾ നമ്മുടെ മനസ്സ് പറയുന്ന ഡിസിഷൻസ് എടുക്കാൻ നോക്കും. അതായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത്.